കൊച്ചി നഗരത്തിലേക്ക് കുടിവെള്ളം എത്തുന്നത് അങ്ങേയറ്റം മലിനമായ ജലസ്രോതസ്സുകളിൽ നിന്ന്. മാലിന്യങ്ങളും പായലും നിറഞ്ഞ ജലസ്രോതസ്സുകളിൽ നിന്ന് യാതൊരു ശുചീകരണവും നടത്താതെയാണ് വെള്ളം നേരിട്ട് ശേഖരിച്ച് വിതരണം ചെയ്യുന്നത്. ആരോഗ്യവകുപ്പും ഭക്ഷ്യസുരക്ഷാ വിഭാഗവും പരിശോധന നടത്താത്തതാണ് കുടിവെള്ള മാഫിയയ്ക്ക് താഴ്ച വളരാൻ അവസരമൊരുക്കുന്നത്. റിപ്പോർട്ടർ അന്വേഷണം. എറണാകുളം ജില്ലയിൽ ടാങ്കർ ലോറികൾക്ക് 76 കേന്ദ്രങ്ങളിൽ നിന്ന് കുടിവെള്ളം ശേഖരിക്കാനാണ് അനുമതിയുള്ളത്. എന്നാൽ ഈ ജലസ്രോതസ്സുകളുടെ അവസ്ഥ പരിതാപകരമാണ്. പായലും മാലിന്യവും നിറഞ്ഞ സ്രോതസ്സുകളിൽ ആമയും മീനും പാമ്പും വരെയുണ്ട്. കൂടാതെ വെള്ളം ശേഖരിക്കുന്ന കിണറുകൾ പലതും വൃത്തിയാക്കിയിട്ട് കാലമേറെയായി. ജലം ശുദ്ധീകരിക്കാതെ നേരിട്ട് മോട്ടോർ വഴി ടാങ്കറുകളിലേക്ക് നിറയ്ക്കുകയാണ് പതിവ്. ഇക്കാര്യം പുറം ലോകമറിഞ്ഞാലുണ്ടാകുന്ന പ്രത്യാഘാതം അറിയാവുന്ന ഉടമസ്ഥർ ഇത് ഷൂട്ട് ചെയ്യുന്നത് വിലക്കി. ജീവിച്ചു പോട്ടെ എന്ന അഭ്യർത്ഥനയും. നിങ്ങൾ സത്യം പറയാൻ ജില്ലാ ആരോഗ്യ വിഭാഗമോ ഭക്ഷ്യസുരക്ഷാ വകുപ്പോ വേണ്ട പരിശോധന നടത്താത്തതാണ് ഈ മാഫിയയ്ക്ക് വളമാകുന്നത്. സംഗതി എന്തായാലും കൊള്ളാം. കൊച്ചി നഗരത്തിൽ ടാങ്കർ ലോറികൾ വഴി വിതരണം ചെയ്യുന്ന വെള്ളത്തിൽ ആമയും മീനും പാമ്പും മാത്രമല്ല, ചിലർ നീന്തലും പഠിക്കുന്നുണ്ട്. അതിന് തെളിവ് ദാ ഇവിടെ തന്നെയുണ്ട്. ക്യാമറമാൻ അഭിലാഷ് കേസിനോടൊപ്പം സഹിൻ ആന്റണി, റിപ്പോർട്ടർ, കൊച്ചി.